എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനൽ മായസ് ടാരോറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനിഴം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഫലമാണ്. അതായത് 1201 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം അനിഴം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Cups, Ten of Swords, High Priestess, Eight of Pentacles, King of Swords, Seven of Wands. ആദ്യം തന്നെ കിങ് ഓഫ് കപ്സ് എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഈ ഒരു വർഷം, ഈ വരുന്ന ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കുറച്ച് സെൻസിറ്റീവായിരിക്കും. കാരണം ഇപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതായത് മാനസികമായിട്ട് നിങ്ങൾക്ക് സംഘർഷം തരുന്ന ഒരിടത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറയാനുള്ള ഒരു കാര്യം. കാരണം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയങ്കരമായിട്ടുള്ള സംഘർഷം അനുഭവിക്കുന്ന ഒരു സമയമാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപയോഗം ചെയ്യുന്ന ഒന്നായിരിക്കും. അല്ലെങ്കിൽ മനസ്സെപ്പോഴും കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മഹാദേവൻ ശിവന് തിങ്കളാഴ്ച ദിവസം ധാര കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. റൂട്ട് ചക്ര ബാലൻസിങ് എന്നുള്ളത് നിങ്ങൾക്കറിയാതിരിക്കും. മൂലാധാര ചക്ര ബാലൻസ് ചെയ്യുന്ന മെഡിറ്റേഷൻ ചെയ്യുന്നത് അത് സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി ചെയ്യാവുന്നതാണ്. അത് ഗൈഡഡ് മെഡിറ്റേഷനാണ്. അപ്പോൾ അത് കേട്ടിരിക്കുക, അത് ചെയ്യാം. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ് ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒത്തിരി വിശ്വസിച്ചിട്ടുള്ള ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സുഹൃത്തിനെ വിശ്വസിച്ച് കൂടായിരുന്നു. ആ ഒരു ആവശ്യ സമയത്ത് അങ്ങനെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് കൂടെ നിൽക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അമിതമായിട്ട് ആരിലും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ആരെയും ആവശ്യത്തിൽ കവിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചില ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വളരെ അടുത്ത സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ബന്ധം അവർ ചിലപ്പോൾ അടുത്തിടയ്ക്ക് വിവാഹം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ വിവാഹം കഴിക്കുമ്പോൾ ഹസ്ബൻഡ് വൈഫ് ആണല്ലോ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ബന്ധം. അപ്പോൾ നിങ്ങളായിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളത് വിട്ട് കളയുക. കാരണം നിങ്ങളുടെ ലൈഫിലും എന്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയില്ലേ വളരെ അടുത്ത സുഹൃത്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ അവർക്കും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഒരു കടമയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക, സംസാരിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ. പക്ഷേ അവർക്ക് അവരുടെ ലൈഫ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനാണ് നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആലോചിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, ഇങ്ങനെയുള്ള പല ബന്ധങ്ങളിലും അവരകന്നു പോകുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചില പാരൻസിനും അങ്ങനെ ഉണ്ടാവും, മക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ ആ പാരൻസാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ജീവിതം ഇങ്ങനെയുള്ള ചിന്ത കൊണ്ടും ഒരു ചെറിയൊരു ജലസി, ഒരു കുശുമ്പൊക്കെ ഉള്ളതുകൊണ്ടും അവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ 10 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് കാണിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു പര്യവസാനം ഉണ്ടാകുന്നില്ലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലാത്ത രീതിയിലാണെങ്കിലും ബെറ്റർ ആയിട്ടുള്ളൊരു രീതി തന്നെയാണ്. അതായത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ളൊരു പര്യവസാനം തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ വിചാരിച്ച കാര്യം നടക്കും, പക്ഷെ വിചാരിച്ച രീതിയിലല്ല നടന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആകുമ്പോൾ പലരെ അത് ബാധിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വിചാരിച്ച പോലെ അല്ലെങ്കിലും വിചാരിച്ച കാര്യം എപ്പോഴും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലെല്ലാം നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒന്ന്. പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കും, ചില ആളുകളുടെ വിദ്യാഭ്യാസ കാലഘട്ടം തീരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം തീർന്നു, പുതിയ ജോലിയിലേക്ക് കടക്കാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ പുതിയ പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഏറ്റെടുത്തതൊക്കെ പര്യവസാനിക്കുന്നു. അതിൻ്റെ തൃപ്തി, പല കാര്യങ്ങളുടെയും പര്യവസാനമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ബന്ധങ്ങളുടെ പര്യവസാനമാകാം. കാരണം
ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ചില ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ മാനസികമായിട്ടുള്ളൊരു സംഘർഷം പൊതുവെ ഉണ്ടാകാം, ആളുകളോടുള്ള വിശ്വാസം നഷ്ടപ്പെടാം, ഇങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി ആത്മീയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ താല്പര്യം സ്വയമേ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം വരുന്നില്ല എങ്കിൽ കുറച്ച് താല്പര്യം അതിൽ കാണിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് താല്പര്യപ്പെട്ടു വരും. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ജീവിതത്തിലെ പല സംഘർഷങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ലൈഫിൽ പ്രശ്നങ്ങൾ എല്ലാവരുടെയും ഉണ്ടാവും, ചാലഞ്ചസ് ഉണ്ടാവും, ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒബ്സ്റ്റക്കിൾസിനും ചാലഞ്ചസിനും എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ മാനസികമായിട്ടൊരു മെച്യൂരിറ്റി ഉണ്ടാവണം, ഒരു പോസിറ്റിവിറ്റി നമ്മൾ ഫീൽ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് ഒക്കെ എടുക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അച്ഛനമ്മമാരും മക്കളും തമ്മിലൊരു പ്രശ്നവും കാണിക്കുന്നുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്താഗതികളും നിങ്ങളുടെ ചിന്താഗതികളും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ചിലപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിട്ടകളും ഒക്കെ മുറുക്കി പിടിക്കുന്ന ഒരു അച്ഛനമ്മമാരാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരായിട്ട് വഴക്കിന് പോകാതിരിക്കുക. അവരുടെ കാര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ അവർ ചെയ്തോട്ടെ. നിങ്ങൾക്കതിൽ വിശ്വാസമില്ല, ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ചില കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടാവും. ചില ആളുകളിപ്പം കയ്യിൽ ചരട് കെട്ടുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പാരൻസിന് താല്പര്യം ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇതൊന്നും, നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ വിശ്വസിക്കേണ്ട. അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക. അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കയ്യിലൊരു ഓർണമെൻ്റ് ആയിട്ട് അത് ധരിക്കാം. നിങ്ങളിലത് വിശ്വസിക്കേണ്ട, അവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അതേപോലെ തന്നെ 8 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്കിൻ്റെ ഫലം ലഭിക്കുന്നുണ്ട്. എൻട്രൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു. വിദേശത്ത് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 8 ഓഫ് പെന്റക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് ബിസിനസ് നല്ല രീതിയിൽ, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. അടുത്തിടയ്ക്ക് ബിസിനസ്സിൽ വലിയൊരു പുരോഗതി ഇല്ലാതിരുന്നവർ ബിസിനസ് പെട്ടെന്ന് ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ച് ചില സർട്ടിഫിക്കേഷൻ കോഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്. ബാങ്കിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടാവാം. പ്രൊമോഷൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പ്രൊമോഷൻ ഹയർ പൊസിഷനിലേക്കുള്ളൊരു സാധ്യത നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നു. അതേപോലെ ശമ്പള വർധനവും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ശമ്പള വർധനവും ഈ ഒരു വർഷം പലർക്കും പല ജോലിയിലുള്ളവർക്കും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. പിന്നെ കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. വിദ്യാഭ്യാസം, ഇപ്പോൾ ജോലി ഓൾറെഡി ചെയ്യുന്ന ഒരാളാണ്, വിദ്യാഭ്യാസം ഇടയ്ക്ക് നിർത്തേണ്ടി വന്നിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസം പുനരാരംഭിക്കാനുള്ള അവസരം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ഹയർ അക്കാഡമിക്സിൽ വളരെ ഉയർന്ന പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നു എന്നുള്ളതും നല്ല രീതിയിൽ നല്ല പൊസിഷനിലേക്ക് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. വളരെ ഉയർച്ച നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ചില ആളുകൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി നിർത്തി നിങ്ങൾ PhD കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. അത് ചില ആളുകൾ PhD ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുള്ളവരുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളൊരു റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകുന്ന സിറ്റുവേഷനാണ്. പഠനം വീണ്ടും ആരംഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ കുറച്ചുകൂടി വായനാശീലം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 7 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 7 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് നല്ല രീതിയിൽ നിങ്ങൾ ഗെയിൻ ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഒത്തിരി തടസ്സങ്ങൾ, കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചിട്ട് നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. നല്ലൊരു അഡ്വാൻറ്റേജ് ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇന്നർ റിസോഴ്സസ്, നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ആഗ്രഹിച്ചത്, അത് നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങൾക്ക് ഭയങ്കര ആത്മവിശ്വാസവും കാര്യങ്ങളൊക്കെയാണ്. ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. വിൽ പവർ വളരെ കൂടുതലായതുകൊണ്ട്
പല കാര്യങ്ങളും നിങ്ങൾ പൊരുതി നേടുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം. ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ വർഷം സാധ്യമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.